ഈശോയെ കാത്തോളേ. ഈ തോമസ് കുട്ടിക്ക് എന്തിന്റെ സുഖേടാ? ഈ പിശാച് കൊട്ടാരം വാങ്ങിച്ച കാശ് കൊണ്ട് നാട്ടിൽ നല്ലൊരു ഹോട്ടൽ തുടങ്ങിയിരുന്നെങ്കിൽ ബാക്കി രുചിയായിട്ട് വല്ലതും പോയി ഓസിന് തിന്നാമായിരുന്നു. ഇയാൾക്ക് തീറ്റയുടെ വിചാരമുള്ളോ? ഒന്നും കാണാതെ അവനത് വാങ്ങൂല. ചൂള് വിലക്കാ കിട്ടിയത്. അറിയാത്ത പിള്ളേക്ക് ചൊറിയും പറയും. എന്ത്? ഒന്നുമില്ലേ ഒന്നുമില്ലേ. ഒന്ന് പെട്ടെന്നാകാൻ പറയടോ. ഒന്ന് വേഗം ആകട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് മണിക്കൂർ 2 ഇല്ലയോ? അതല്ല, 2 മണിക്ക് മുമ്പ് നമുക്ക് ആ ദുരത്തി മദാമയുടെ ബംഗ്ലാവിലെത്തണം. അവിടെയാന്ന് ഊണ്. മദാമക്ക് സുഖമില്ലാത്തതുകൊണ്ട് രജിസ്ട്രാറും വക്കീലും ഒക്കെ അവിടെ വരും. അവിടെ വെച്ചാ മദാമ തോമസ് കുട്ടിയുടെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. അത് തോമസ് കുട്ടി നോക്കുള്ളൂല്ലേ, നമ്മളെന്തിനാ പോകുന്നത്? അവൻ ഇവിടെ ഇല്ലടോ, സിറ്റിയിൽ എയർപോർട്ടിൽ പോയിരിക്ക. അവന്റെ ആ കൂട്ടുകാരൊക്കെ ഇന്ന് വരുന്നുണ്ട്, വൈകിട്ടെത്തും. ഇവിടെ താമസം. അപ്പൊ എല്ലാം ചത്തത് തന്നെ. എന്താടോ? ഞാൻ ഇവിടത്തെ പാവം പിശാചികളുടെ കാര്യമാണ് പറഞ്ഞത്. കുരിശികള് 4 അല്ലയോ വരുന്നത്. ഇതെന്താ തുറക്കാനുള്ളതല്ലയോ? അടയ്ക്കാൻ എളുപ്പമാ കേട്ടോ. ഒറ്റ സെക്കൻഡേ. എന്റെ അമ്മോ, ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? നിക്ക്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്തു? അല്ല, അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. അതൊക്കെ നാളെ കാണാം. അവരൊക്കെ ഇപ്പൊ ടയർഡാ. ചെല്ലേ. ഇവനെന്താ ഇങ്ങനെ? എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല് കുടിക്കാം. അല്ല, ഇരുട്ടുന്നതിന് മുമ്പ് പോകാമെന്ന്. വാടോ, പിള്ളേരെ ആഘോഷിക്കട്ടെന്ന്. തലയിലെടുത്ത് തൂത്താ പോവോ? വാടോ. ഇനി ഈ ഗേറ്റ് തുറക്കണമല്ലോ ഈശോയെ. നല്ല വിജൃംഭിച്ച പടികള്. സംഗതി കൊള്ളാം. ശാന്തമായ സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷെ നിനക്കെന്തിനാ ഇത്രയും വലിയ കൊട്ടാരം? എന്തിന്? കിട്ടിയ കാശ് മുഴുവൻ നശിപ്പിക്കാൻ. അല്ലാതെന്ത്? ഇതിന്റെ 10-1 കോസ്റ്റിന് ബാംഗ്ലൂരിൽ നല്ല 1ാം ക്ലാസ് വില്ല ഞാൻ കൺസ്ട്രക്ട് ചെയ്ത് തന്നെ. ഇത് കാണിക്കാനാണോ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഇങ്ങോട്ട് വരണമെന്ന് നീ പറഞ്ഞത്? മുംബൈയിൽ ഇപ്പൊ പല്ലുവേദനയുടെ സീസണാ. 4 കാശ് കിട്ടുന്നത് കളഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്, അറിയാമോ? അല്ലടാ, ഇത്രയും വലിയ കൊട്ടാരത്തിൽ താമസിക്കാൻ നീ ആരാ? കൊച്ചി രാജാവ്? എടാ, ഇത് എനിക്ക് താമസിക്കാനല്ല. പിന്നെ ഇത്രയും മനോഹരമായ സ്ഥലത്ത് ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാൻ നല്ലൊരു ഹോട്ടലില്ല, റിസോർട്ടില്ല. ഞാൻ ഇതൊരു റിസോർട്ടാക്കാൻ പോവാ. നിനക്കെന്താ പ്രാന്ത? ഇവിടെ ഏത് ടൂറിസ്റ്റ് വരുമെന്ന് നീ പറയുന്നത്? ഒരുമാതിരി ഭാർഗവി നിലയം പോലെ. ഭാർഗവി നിലയം പോലെയല്ല, ഒരു വിധത്തിൽ ഭാർഗവി നിലയം തന്നെയാ. എന്നുവെച്ചാ? ഭാർഗവി നിലയത്തില് ഒറ്റ പ്രേതമാ, പക്ഷെ ഇവിടെ പ്രേതങ്ങള് 3. ഞാനിത് വാങ്ങിയത് ദൊരോത്തി ഫെർണാണ്ടസ് എന്ന ദൊരോത്തി മദാമയുടെ കയ്യിൽ നിന്നാണ്. അവരിത് പല പ്രാവശ്യം പലർക്കും വിറ്റതാ. വാങ്ങിയവന്മാരൊക്കെ ഒട്ടും താമസിക്കാതെ ഇത് മദാമയ്ക്ക് തന്നെ തിരിച്ചു വിറ്റിട്ട് ഓടി രക്ഷപ്പെട്ടില്ല. എന്താ കാര്യം? പ്രേതങ്ങളുടെ ശല്യം. ചുമ്മാരി. എന്താ, നിനക്ക് പേടിയുണ്ടോ? എവര് പേടിക്കും? എന്നാ പേടിക്കാൻ വരട്ടെ. പേടിക്കാനുള്ളത് വരുന്നേ ഉള്ളൂ. എന്ത്? വർഷങ്ങൾക്ക് മുൻപ് ഈ ദൊരോത്തി മദാമ അവരുടെ കെട്ടിയവും സായിപ്പനായുള്ള കാമുകിയും ഡ്രൈവറെയും വെട്ടി നുറുക്കി പെട്ടിയിലാക്കിയിട്ട് ഇവിടെ പിന്നാമ്പുറത്തെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു അത്രേ. ഈ 3 പേരുടെ പ്രേതങ്ങളാ. അതിനുശേഷം ഈ കൊട്ടാരത്തിൽ ആരെയും തങ്ങാൻ അനുവദിക്കാത്തത്. രാത്രിയായ കാറ്റായും കറുത്ത പൂച്ചയായും നിഴലായും കടവാവലായും ഒക്കെ ഇവിടെ എല്ലാം അലഞ്ഞു തിരിയും. കൈ കിട്ടിയ വലിച്ചു കയറി ചോര കുടിച്ച് കിണറ്റിലേക്ക് വലിച്ചെറിയും. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. എന്താടാ, നിനക്കും പേടിയായോ? പേടിയാ? മിണി പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും. ഞാനാ? അതും ഇല്ലാത്ത പ്രേതകഥ കേട്ടിട്ട്. അതല്ലടാ. എന്താടാ, നിനക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? എന്ന് ചോദിച്ചാ, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിശാചിലും വിശ്വസിക്കണമെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് പറയാലോ, എനിക്ക് പേടിയുണ്ട്. ഇവന് പേടിയായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വാ, എന്താ? പിന്നെ വാ, വെറുതെ എന്തിനാ ഇവനെ മാത്രം പേടിപ്പിക്കുന്നത്? പാവം എന്തെങ്കിലും സംഭവിച്ചാൽ. ഇവന് പേടിയാന്ന്. പേടിക്കാനും പോകാനൊക്കെ വരട്ടെ. ഈ പേടിച്ചോട് സമ്മതിക്കണ്ടേ? എന്നാലേ ഞാൻ ഈ പറഞ്ഞ പ്രേതവും പിശാചും ഒന്നും ഇവിടെ ഇല്ല. ഇല്ലാതെ പിന്നെ? അതൊക്കെ ഇവിടുത്തെ നാട്ടുകാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കി വെറും കഥകളാ. നാട്ടുകാർ അങ്ങനെ വെറുതെ കഥകൾ പറഞ്ഞുണ്ടാക്കോ? അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ശരിയാ, നാട്ടുകാർ പറഞ്ഞാൽ കാര്യമുണ്ട്. അവരിവിടെ പലതും കണ്ടിട്ടുമുണ്ട്. അതൊക്കെ ശരിയാ.
പക്ഷെ അവര് കണ്ടത് മുഴുവൻ ആരൊക്കെയോ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെങ്കിലോ, ഇവിടെ പ്രേതവും ബാധയൊക്കെ ഉണ്ടെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കുന്നതാണെങ്കിലോ? എന്തിന്? ആര്? ആ ദൗരോത്തി മതമേ അവരുടെ ആൾക്കാർ. അവരിത് സാമാന്യ ആദായ വിലക്ക് വിൽക്കുന്നു. വാങ്ങുന്ന മണ്ടമാരി കഥകളൊക്കെ കെട്ടി പേടിച്ച് കുറച്ചു കാലം ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതാകുമ്പോ മദാമ്മയ്ക്ക് തന്നെ കിട്ടിയ വിലക്ക് വിറ്റിട്ട് രക്ഷപ്പെടും. എങ്ങനെയുണ്ട് അവരുടെ ബിസിനസ്? ഏയ് വെറുതെ എങ്ങനെ ആരെങ്കിലും പേടിക്കും? എന്തെങ്കിലുമൊക്കെ കാണൂടാ. ഇല്ലടാ, ഒന്നുമില്ല. ചുമ്മാ വരട്ടെ. ഞാനിത് വാങ്ങും മുമ്പ് ആര് പറയാ അതിനകത്ത് കയറി 3-4 രാത്രി ഒറ്റയ്ക്ക് സുഖമായിട്ട് താമസം. എന്നിട്ട് പ്രേതം നിന്നെ കൊന്ന? അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. നീ ഇത് കിട്ടുന്ന വിലക്ക് ദൊറോത്തി മദാമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. കൂടുതലൊന്നും പറയണ്ട. നിനക്ക് ഈ ബിസിനസ് വേണ്ട. ഞങ്ങൾ സമ്മതിച്ചിട്ട് തുടങ്ങാമെന്ന് നീ കരുതുകയും വേണ്ട. പിന്നൊക്കെ നിന്റെ ഇഷ്ടം. ഞങ്ങൾ പോവാ. നീ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും ഒരെന്നാലുമില്ല. വലിയ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് നിനക്ക് പേടിയാന്ന് വെച്ചാ? പേടിയാ? ഏയ് നമുക്ക് ആലോചിക്കാം. ഏതായാലും തൽക്കാലം നമുക്കൊരു ഹോട്ടലിൽ താമസിക്കാം. എനിക്ക് രാവിലെ ചൂടുവെള്ളവും യൂറോപ്യൻ ക്ലോസറ്റും വേണം. അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെന്താ? അതല്ല, ഈ ഹോട്ടലിലാകുമ്പോൾ ഫ്ലഷ് ഒക്കെ വർക്ക് ചെയ്യും. ഹോട്ടലിലേക്കൊക്കെ ഇവിടുന്ന് 10-40 കിലോമീറ്റർ പോകണം. 9 മണിയോടെ ഫോറസ്റ്റ് റോഡും ക്ലോസ് ചെയ്യും. കാലത്ത് തന്നെ നമുക്ക് ഹോട്ടലിലേക്ക് മാറാം. എന്തായാലും ഇന്നൊരു രാത്രി നമുക്ക് ഇവിടെ തങ്ങാം. അതല്ലാതെ വേറെ നിവൃത്തിയില്ല. എല്ലാവരുടെയും റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? എന്താ പേടിയുണ്ടോ? ഗോവിന്ദൻകുട്ടി, അപ്പുകുട്ടാ, നമുക്ക് 4 പേർക്കും കൂടി ഏതെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാം. എന്താ? പിന്നെ നേരത്തെ കിടക്കണം. 11:30 കറണ്ട് പോകും. അയ്യോ, എന്താണ് പ്രേതങ്ങളെ നിനക്ക് പേടിയില്ലാന്ന് പറഞ്ഞിട്ട്? പേടിയൊന്നുമില്ല. അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല. പണ്ട് മുതലേ വൃത്തികെട്ട ജന്തുക്കൾ. ഇതാണ് നിന്റെ ബെഡ്റൂം. ഈ ബംഗ്ലാവിലെ ഏറ്റവും വലിയ മുറിയായത്. എനിക്ക് ഇത്രയും വലിയ മുറിയൊന്നും വേണമെന്നില്ല. ഞാൻ വേണമെങ്കിൽ അവരുടെ കൂടെ പോയി കിടന്നോളാം. എന്തിനാ വെറുതെ ചെലവ് കൂട്ടുന്നത്? ഇതിനെന്താ പ്രത്യേകിച്ച് ചെലവ്? പണ്ടിത് ദൊരോത്തി മദാമയുടെ ബെഡ്റൂം ആയിരുന്നു. എന്താ നിനക്കെന്താ പേടിയുണ്ടോ? വേണമെങ്കിൽ കർട്ടൻ അടച്ചേക്കാം. വേണ്ട, തുറന്നു കിടക്കട്ടെ. മിന്നലിന്റെ ചിത്രപ്പണികൾ കാണാമല്ലോ. ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. പിന്നെന്താ? എന്താ നീ എന്താ പറഞ്ഞത്? ഗുഡ് നൈറ്റ് എന്ന്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ. പിന്നെ മിന്നലിന്റെ ബെഡ്റൂമിൽ തൂക്കിയിടാ ഇവന്റെ അമ്മൂമ്മയുടെ ഫോട്ടോ ആയത്. അടിക്കണം. നശിച്ച മിന്നല്. ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ട് വേണ്ടേ? ഫ്ലാഷ് അടിച്ചപ്പോ അറിയാതെ കണ്ണൊന്ന് ചിമ്മിപ്പോയി. ഞാൻ വേറൊരു പോസ് തരാം. താങ്ക് യു. ഇത് നന്നായിരിക്കും. കവർ പേജ് ആയിട്ട് കൊടുത്തോളൂ. ഹെഡിങ് നന്നായിരിക്കണം. ദന്തൽ ഡോക്ടർക്ക് ലോകത്തിൽ ആദ്യമായി ഓസ്കർ അവാർഡ്. അങ്ങനെ കൊടുത്താൽ മതി. ജനലൊന്നും ശരിക്കും അടയ്ക്കൂല. ടോർച്ച് വെച്ച കാണൂല. ആരവിടെ? ആരവിടെ? ആരുമില്ലേ അവിടെ? തോന്നിയതായിരുന്ന? അയ്യേ, പേടിച്ചു ദൂരൻ. കളിക്കല്ലേ കുട്ടി പിശാച്. എന്തൊരു വീടത്. കുറച്ച് നേരത്തെ മുള്ളിക്കൂടെ മനുഷ്യനെ മെനക്കെടുത്താൻ?
ഒന്ന് വേഗം ആവട്ടെ ഇത്. ഇനി മതി. അയ്യോ സോറി. അയ്യാ 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 ശല്യം. അയ്യാ ഇപ്പൊ ഒന്നുമില്ല, പോയി കാലത്തോ. അപ്പൊ പറയാ അപ്പൊ ഇടണമെന്ന്. What's my problem? Don't act all innocent with me. I know all about this race of yours. Nonsense. Don't you walk away from me? You. Let's stop this right now. Oh, what? Believe me, you. I will not let this be. I will stop this forever, even if that means killing you both. ഇംഗ്ലീഷാ? തോമസ് കുട്ടി. മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. പേടിക്കരുത്. മഹാദേവ, മഹാദേവ, അത് ഞാനാണല്ലോ. അപ്പുകുട്ട, അപ്പുകുട്ട. എന്താടാ കുട്ട? അപ്പുകുട്ട. എന്താ സിസ്റ്റർ, പേഷ്യൻസ് ഒക്കെ പോയോ? അപ്പുകുട്ട, വാതിൽ തുറക്കണം. പുല്ലേ. ഇല്ല സിസ്റ്റർ, ഇന്ന് ഞാൻ വിടില്ല. ആട്ടോണ്ട് ആട്ടോണ്ട്. സിസ്റ്ററിന്റെ ഒരു പല്ല ആടുന്നുണ്ട്. എടുക്കട്ടെ. അയ്യോ, ഇവൻ എന്തായി തുറക്കാത്തത്? അപ്പുകുട്ട, തുറന്നിരിക്കുവായിരുന്നു. വൈഫ് പറഞ്ഞ എനിക്ക് പുല്ല. അപ്പുകുട്ട. അയ്യോ അവള് വന്നു. സിസ്റ്റർ മേശയുടെ അടിയിലോട്ടിരുന്നു. നെക്സ്റ്റ് പേഷ്യന്റ്. അപ്പുകുട്ട. ആരാടി നീ? ഡിയാ? ആരാ ബാക്കില്? നീയല്ലടാ ഡാ. എടാ ഞാനാ മഹാദേവൻ. നീ എന്താ ഈ നൈറ്റി ഒക്കെ ഇട്ടോണ്ട്? ഇത് നൈറ്റി ഒന്നും അല്ലടാ പോത്തെ. ഇത് ഞങ്ങൾ ഗൾഫിൽ എടുത്ത ഗൗണാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ എന്നെ വിളിച്ച? ഇല്ല. ഇല്ലേ? വിളിക്കുന്ന പോലെ ഞാൻ കേട്ടല്ല. എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ആരാ ബാക്കില്? ഒന്നുമില്ല, നീ വിളിച്ച്, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? നീ വിളിച്ച്. വെറുതെ മെനക്കെടുത്താ നീ പോയി കിടന്നുറങ്ങ. നീ വിളിച്ച്. നിനക്ക് പേടിയുണ്ടല്ലേ? ഏയ്. നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവില്ല. നീ വിളിച്ച്. നല്ല പേടിയുണ്ടെങ്കിൽ ചേർന്ന് കിടന്നോ. നീ പറഞ്ഞത് നന്നായി. ഞാൻ പേടി മറന്ന് കിടക്കായിരുന്നു. ഈശ്വര രക്ഷിക്കണേ. ആരാ? ആരാ ബാക്കില്? എന്താ പുല്ലേ? ഗുഡ് നൈറ്റ് പറയാൻ മറന്നുപോയി. ഗുഡ് നൈറ്റ്. പാവം, അവൻ വിജൃംഭിച്ചു പോയി. മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് പേടിക്കാൻ? ധൈര്യമാണ് ഏറ്റവും വലിയ കൈമുതൽ. ഒന്ന്, രണ്ട്, മൂന്ന്. കരയണ്ട, അണപ്പല്ലല്ലേ, കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. വാ തുറന്നേ. ഓക്കെ. ആരാ ബാക്കില്? ഇവിടെ ആരുമില്ലേ? സിസ്റ്റർ, നെക്സ്റ്റ് പേഷ്യന്റ്. ആരുമില്ലേ? സുലോനെ, അതെന്റെ വൈഫാണല്ലോ. അപ്പുകുട്ടാ. എന്താടാ? മുട്ടണ് മുട്ടണ്. നിനക്ക് മുട്ടണമെങ്കിൽ നീ പോ, എനിക്ക് മുട്ടണില്ല. എടാ അതല്ലേടാ പോത്തെ, എഴുന്നേക്കും. എന്താടാ? ആരോ വാതിൽ മുട്ടണുണ്ട്. അത്രേ ഉള്ളോ? ദാ വരുന്നു. യെസ്, കം ഇൻ. നീ ഇവിടെ ആയിരുന്നാ കിടന്നത്? ഇവന് പേടിയാന്ന് പറഞ്ഞപ്പോ ഒരു ധൈര്യത്തിന്. നീ എന്താ ഇവിടെ? ഞാനിവൻ ഒറ്റ കിടന്ന് പേടിക്കണ്ടല്ലോ എന്ന് കരുതി വന്നതാ. ഇനിയിപ്പോ ഞാനുണ്ടല്ലോ, നീ വയ്ക്കും. അത് വേണ്ട, ഇവന്റെ ഭാര്യ ജാനകി എന്നെ പ്രത്യേകം വിളിച്ച് പറഞ്ഞതാ ഇവനെ നോക്കിക്കൊള്ളൂന്ന്. അവള് നിന്നെ വിളിക്കാറുണ്ടാ? മിണ്ടാ, കിടക്കടാ. ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, അതാ.
മഹാദേവ, ഉം. നീ ഉറങ്ങിയില്ല അല്ലേ? ഉം. ഉം, പകൽ ഉറങ്ങാതിരുന്നതുകൊണ്ട് ഉറക്കം വരുന്നില്ല. ഉം. നീ ഉറങ്ങിയില്ലേ? ഞാൻ പകല് കുറേ ഉറങ്ങി. ഉം. ഓഹോ. മഹാദേവ, ഉം. സത്യത്തിൽ ഈ പ്രേതങ്ങളില്ല അല്ലേ? ഏയ്. ആ, ഇനി ഉണ്ടാവോ? ഏയ്. ഏയ്. എന്താ എന്താ ഒരു ശബ്ദം കേട്ട്? അത് ഞാനൊന്ന് ശ്വാസം വിട്ടതാ. പാതിരാത്രിക്ക് എന്താണ് പുല്ലെ ശ്വാസം വിടുന്നത്? സോറി. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ആ, വഴക്കിടല്ലേ, ഞാനൊരു പാവാടാ. മഹാദേവ എന്താ നോക്കിയേ. എന്താടാ? ദേ, എന്താ? ഇതായിരിക്കും ആ ദൊറോത്തി മദാമ വെട്ടിക്കൊന്ന സാഹിബിന്റെ കാമുകി. ഒരു കുത്തുവെച്ച് എന്നുണ്ടല്ലോ. നിനക്ക് എന്തോ അസുഖ? കണ്ട അലവലാതി പെണ്ണുങ്ങളെ നോക്കി പിച്ചുമ്പയും പറയുന്നു. മാതകയാ, മാതാർ, മാതാർ. മഹാദേവ, ആ പൂതല് മാറ്റിയിട്ടുണ്ടോ? എന്താ? ആ വാതിൽ പൂട്ടിയിട്ടുണ്ടോന്ന് നോക്കാം. വാ നോക്കാം. എന്തൊരു സുഖം. എന്തിനാ ഓടിയത്? ഒന്നിനു പോവാനാ. ആരാടാ അത്? അത് ചോദിച്ചാ പോരെ. എക്സ്ക്യൂസ് മീ. മിണ്ടാതിരിക്കേ. അയ്യോ തോമസ് കുട്ടി. അല്ലേ തോമസ് കുട്ടി എപ്പോഴാ വേറെ ആള്? എന്താടാ എന്താടാ ഇത്? ഇതാണ് ഭാർഗവി നിലയം. സായിപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗോസ്റ്റ് ഹൗസ്. ഇവിടെ പ്രേതാത്മാക്കളുണ്ട്. ഇരുട്ടിന്റെ നിഴലിൽ മറഞ്ഞും തെളിഞ്ഞും മനുഷ്യരക്തം ഊറ്റിക്കുടിക്കാൻ തക്കം പാർത്ത് നിൽക്കുന്ന മോക്ഷം കിട്ടാത്ത പരേതാത്മാക്കളുണ്ട്. ശരിയല്ലേ? ആണോ? അല്ലേ? മരതകം, ഹലോ. ഇവൾ മരതകം. മുമ്പ് ഇവിടെ തോട്ടത്തിൽ കൊളുന്തുന്നുള്ളലായിരുന്നു പണി. ഇപ്പോ എന്റെ സ്റ്റാഫാ. ഇനിയുമുണ്ട് എനിക്കിവിടെ ജോലിക്കാര്. ലക്ഷ്മി, 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 ലക്ഷ്മി കുട്ടി വരും വരും. അയ്യോ, ഇത് ലക്ഷ്മികാന്തൻ. ശേഖർ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ. നീ എന്താ ഞങ്ങളെ കൊണ്ടൊന്ന് പൊട്ടക്കളിപ്പിക്കുക? സോറി, ഞാനിത് പറയട്ടെ. എന്തോന്ന് സോറി? ഈ പേടിയുടെ ഷോക്കിൽ ഇവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ചത്തുപോയിരുന്നെങ്കിലോ? ആര്? ഞാനാ? ആ. പേടിച്ചിട്ട് ആ. അതിന് വേറെ ആളെ നോക്കണം. ഈടാ ഹ്യൂമൻ സൈക്കോളജിയും പാരാസൈക്കോളജിയും അരച്ച് കലക്കി കുടിച്ചവനാ ഞാൻ. പണ്ട് എന്നെ ഒരു ആന കുത്താൻ ഓ, വന്നപ്പോൾ- വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയില്ല നിങ്ങളെ. ദാ നോക്ക്, അപ്പുക്കുട്ട പേടിച്ചില്ലല്ലോ. എന്താ എന്താ കാര്യം? ആ, പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല.
കറക്റ്റ്. ബുദ്ധിയുള്ളതുകൊണ്ടാ നിങ്ങൾ രണ്ടാളും പേടിച്ചത്. ഹേയ്, അങ്ങനെയൊന്നുമില്ല. അതെന്താ നിനക്ക് ബുദ്ധി ഇല്ലേ? പോടാ. പക്ഷെ അപ്പൊ നിങ്ങൾ പേടിച്ച് ഇവിടുന്ന് തിരിച്ചു ഓടിപ്പോയിരുന്നെങ്കിൽ ഈ പ്രേതവും ഭൂതവും ഒക്കെ സത്യമായിരുന്നു എന്ന് അതിബുദ്ധിമാന്മാരായി നിങ്ങൾ പോലും വിശ്വസിച്ചാനെ. ശരിയല്ലേ? ആണാ? അയ്യേ. ഇവിടുത്തെ ഈ പ്രേതകഥകളിൽ നിന്ന് ഒരു സത്യമില്ലെന്നും ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും നിസ്സാരമായി സൃഷ്ടിക്കാവുന്നതാണെന്നും നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. സോറി. ഇനി പറ, ഞാനിവിടെ റിസോർട്ട് തുടങ്ങുന്നതിൽ കുഴപ്പമുണ്ടോ? കുഴപ്പത്തിന്റെ അല്ല, എന്നാലും വേണ്ടടാ. മഹാദേവ, ശരി, നിനക്ക് ബോധ്യമുണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഞാൻ മെന്റലി സ്ട്രോങ് ആയതുകൊണ്ടും ജന്മനാ പേടിയില്ലാത്തവനായതുകൊണ്ടും എനിക്കും ഉറപ്പുണ്ടെന്ന് വെച്ചോ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവിടെ വേറെ ആരും പേടിച്ചിട്ട് വരാതിരുന്നാലോ? വരും. എങ്ങനെ? അതിന് മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് നിങ്ങളുടെയൊക്കെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്ത് സഹായം? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇവിടെ പ്രേതവും ബാധയൊന്നുമില്ലെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് ബോധ്യപ്പെടണം. അതിന് കുറച്ചു ദിവസം നമ്മൾ ഇവിടെ താമസിച്ച് ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന് ഇവിടുത്തെ നാട്ടുകാരുടെ മുമ്പിൽ തെളിയിക്കണം. അതിനാ നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത്. എന്റെ ജീവിതത്തിലെ വലിയ പ്രതീക്ഷയാണ് ഈ പ്രോജക്റ്റ്. അന്ന് നിങ്ങൾ എനിക്ക് തന്ന ദാനം കൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇപ്പൊ എന്നെ സഹായിക്കാനും നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഒരാഴ്ച നിങ്ങൾ എനിക്ക് വേണ്ടി പ്ലീസ്. പ്ലീസ്. ഞങ്ങളുണ്ടടാ നിന്റെ കൂടെ. അതേടാ, സുഹൃത്ത് ബന്ധമാണ് ഏറ്റവും വലുത്. ഒരാഴ്ചയല്ല, വേണമെങ്കിൽ 1 മാസം നിനക്ക് വേണ്ടി ഇവിടെ നിൽക്കും. ഇവര് രണ്ടുപേരും. രണ്ടുപേരുവോ? അപ്പൊ നീയാ? അയ്യോ, എനിക്ക് പോണം. അവിടെ പേഷ്യൻസ് ഒക്കെ എനിക്ക് വേണ്ടി. എന്ത് പേഷ്യൻസ്? പല്ലുവനക്കാരല്ലേ? സാരമില്ല, പല്ലുവന വന്നിട്ടൊന്നും ആരും ഇതുവരെ ചത്തിട്ടില്ല. അങ്ങനെ പറയരുത്. എന്റെ അമ്മാവൻ മരിച്ചത് പല്ലുവേന വന്നിട്ടാ. വേദന വന്ന നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു, ഞാനൊരു ഡെന്റിസ്റ്റ് ആവുമെന്ന്. അറിയോ? എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റയിടി ഫ്രണ്ട് പല്ലില്. ഒറ്റ അടിയാൻ വെച്ചിട്ടുണ്ടല്ലോ. ആരും പോകുന്നില്ല, നമ്മൾ ഇവിടെ നിൽക്കുന്നു. ഇവന് വേണ്ടി ഒരാഴ്ച നമ്മൾ ഇവിടെ താമസിക്കുന്നു. ഓക്കെ? ഓക്കെ. എനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി. ഈ സ്ഥാപനം തുടങ്ങുന്നത് നമ്മുടെ 4 പേരുടെ പേരിലായിരിക്കും. ഏയ്, അതൊന്നും വേണ്ട. അതേടാ, നീ നന്നായിരുന്നാ മതി. അല്ലടാ, നിങ്ങളൊക്കെ എന്റെ കൂടെ വേണം. നിങ്ങളൊക്കെ എന്റെ ദൈവങ്ങൾ. എന്താടാ ഇത്? കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത്? അതെ, വലിയ കുട്ടികളെ പോലെ കരയെ. ചുമ്മാ ഇരിക്കും. എന്തിനാ കരഞ്ഞത്? എന്ത് പറ്റി? ബാത്റൂമിൽ മുള്ളിയ അത് നല്ലതല്ലേ? എന്താ ഉണ്ടായത്? എന്താടി? ആര്? പല്ലിയോ പാറ്റയോ ഇല്ല ആയിരിക്കും. ചുമ്മാ ഇരിക്കടാ. വാടയാ? ബാത്റൂം അല്ലേ, വാട കാണും. കാല് സ്ലിപ്പാവല്ലേ, സ്റ്റെപ്പെല്ലാം വിജൃംഭിച്ച് കിടക്ക. എവിടെയെങ്കിലും ആരുമില്ല. ഇങ്ങോട്ട് നോക്കി. എന്താടാ ഇത് നോക്കി. അവന്മാരൊക്കെ എവിടെ? അവന്റെ എല്ലാം തൂങ്ങിയാച്ചു സാർ. തൂങ്ങിച്ചത്ത? എന്തിന്? ഉറങ്ങിയെന്നാ പറഞ്ഞത്. ഉറക്കം തൂങ്ങിച്ചത്ത? നീ പോയി കിടക്കാൻ നോക്ക്. അല്ലേ വേണ്ട, നീ ഇപ്പൊ തന്നെ വീട്ടിൽ പോയിക്കോ. ഇനി ഞാൻ പറഞ്ഞിട്ട് വന്നാ മതി. ഇത് മറ്റേതാ. കുളിസിയും കാണാൻ കയറിയത്. ഇത് അവന്മാര് തന്നെ. നേരം വിളിക്കട്ടെ, വാ. നിക്കേ, ഇത് കണ്ടിട്ട് എന്തേലും തോന്നുന്നുണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നുണ്ട്. എന്ത്? ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ലേ മഹാദേവ? അതല്ല, ഈ കാൽപ്പാടുകൾ കണ്ടോ? ഈ കാൽപ്പാടുകളിലെ ഇടതുകാൽ വലതുവശത്തും വലതുകാൽ ഇടതുവശത്തുമാണ്. ശരിയാ, ഇതെന്താ ഇങ്ങനെ? ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ഞാൻ പാരാസൈക്കോളജിയെ പറ്റി പറയുമ്പോ നിങ്ങൾക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? നീ പറ, ഇതെന്താ ഇങ്ങനെ? എടാ, കുളിസീൻ കാണാൻ കയറുമ്പം കാലിങ്ങനെ പിണഞ്ഞ് കയറി കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമായിരിക്കും. നോട്ട് ദ പോയിന്റ്. ഭീമമായ തുക ഫീസ് തന്നിട്ടാണ് ഇത് ഓരോരുത്തർ എന്റെ അടുത്ത് പഠിച്ചോണ്ട് പോകുന്നത്. ഫ്രണ്ട്സ് ആയതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഫ്രീ.
ഇനി ഒരാൾക്ക് കുറഞ്ഞു പോയെന്ന് കംപ്ലൈന്റ് വേണ്ട. എന്നാ, മൂന്നുങ്ങ്. എന്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിന്റെ വീക്ഷണകോണകത്തിൽ നിന്ന് നോക്കുമ്പോ ഇന്നേ വരെ അവിടെ ആരും തികച്ചൊരു രാത്രി അന്തി ഉറങ്ങിയിട്ടില്ല. നേരം വെളുക്കുമ്പോ കൊട്ടാരം കാലി. ഒന്നുകിൽ രാക്കിരാമാനം ഒളിച്ചോടിപ്പോയത്, അല്ലെങ്കിൽ ആ പ്രേതങ്ങൾ കൊന്ന് കിണറ്റിലെറിഞ്ഞത്. മുണുങ്ങ്. താനൊരു കാര്യം ചെയ്യ്. എടാ കേക്ക്, അവസാനം വന്ന കൊട്ടാരം വിലക്ക് വാങ്ങിയത് ഒരു നിരീശ്വരവാദി പെണ്ണുമ്പിള്ളയാണ്. അവരവിടെ താമസിച്ച് പിറ്റേന്ന് കാലത്ത് അവരുടെ മക്കളും മരുമക്കളും എല്ലാം വന്ന് അവിടെ അരിച്ചു പറിച്ചു നോക്കിയിട്ടും ചേതേലി വെച്ച് എത്തിക്കാൻ അവരുടെ ബോഡി പോലും കിട്ടിയില്ല. ഒടുക്കം അവരുടെ ദൈവഭാഗ്യത്തിന് ആ പെണ്ണുമുള്ള തലേന്ന് അലക്കി ഉണക്കാനിട്ടിരുന്ന അവരുടെ ഒരു ബോഡീസ് കിട്ടി. വേറെ നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ട് ആ ബോഡി അവർ ചെതേലി വെച്ച് കത്തി. ബോഡീസിന്റെ ഇത്രക്കോളം പോണ മക്കളില്ലേ, ആ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു ഹുക്ക് എന്നും പറയും. ആ മക്കള് എല്ലാണെന്ന് മനസ്സാ വിചാരിച്ച് കൊടുത്തിലാക്കി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോ അവരൊക്കെ മരിച്ചിട്ടുണ്ടാവുന്നാണ് താൻ പറയണത്? ഏയ്, ജീവനുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടാവൂല. ജീവനില്ലെങ്കിൽ പറയാൻ പറ്റില്ല, ചിലപ്പോ മരിച്ചു കാണും. ആ വെടികൊണ്ട് പോലെ ഇരിക്കുന്ന ചായ കുടിക്ക്, ആ കൊച്ചിന് വന്നാൽ തിന്നാൻ വാങ്ങിച്ചോളൂ. ഇനിയിപ്പോ എന്താ വേണ്ടത്? എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന് നിങ്ങൾ പറ. ഉണ്ടംപൊരിയുണ്ട്, പഴം പുഴുങ്ങിയതുണ്ട്. തിന്നാനല്ലടോ. ഓ, പാർസലാ. ആ അതവരാ. അപ്പൊ എന്റെ വീക്ഷണകോണകം തെറ്റിയാ. നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് ചായ കുടിക്കാൻ. ഛെ, അതല്ല, എന്താ ചായ കുടിക്കണ്ടേ? കുടിക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഓ, പുട്ടും മുട്ടയും പൊറോട്ടയും മുട്ടയും. അതല്ല, ഈ ചായക്കടയാണ് ഈ നാടിന്റെ ന്യൂസ് പേപ്പർ. ഇവിടെയുള്ള നമ്മുടെ സംസാരത്തിൽ നിന്ന് വേണം ആ കൊട്ടാരത്തിൽ പ്രേതവും പിശാചവും ഒന്നും ഇല്ലെന്ന് നാട്ടുകാർ ബോധ്യപ്പെടാൻ. മനസ്സിലായോ? പ്രേതങ്ങളൊന്നും ഇല്ലെന്ന് പറയണം. നീ ഒന്നും പറയണ്ട. മനസ്സിലായല്ലോ? മണ്ടത്തരങ്ങളൊന്നും പറയരുത്. വാ 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 വാ. ഇരിക്കേ. ഇല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞത്. അതൊന്നും സാരമില്ല. ഒരു അവലൂസ് ഉണ്ട് ഇവിടെ കഴിക്കും, പല്ലിന് ബലം കിട്ടും. ചായയാണോ കാപ്പിയാണോ? അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നീ മിണ്ടരുത്. ചുമരി. ഇന്നലെ ഉറക്കമൊക്കെ ആ, കുറെ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. അതെ, ഒരു പോള കണ്ണടച്ചിട്ടില്ല. അതെന്താ വല്ലതും കണ്ട് പേടിച്ചാ? പേടിക്കാനോ? ഞങ്ങളോ? അതൊക്കെ നിങ്ങൾ ഈ അന്ധവിശ്വാസികൾ. ഇതൊരു കൊതി. പ്രേതങ്ങളൊന്ന് നേരിട്ട് കാണാൻ. അത് ഒരു കണ്ണിന്റെ പോള അടച്ചില്ല, മറ്റേ പോള അടച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അല്ലടാ, സുഖമായിട്ട് ഉറങ്ങിട്ടെന്താ സാറിനൊരു കോട്ടുവായ? അത് ഈ വയർ നിറയെ ചാപ്പാടടിക്കുമ്പോ ഒരു ഏമ്പക്കം വരില്ലേ, അതുപോലെ വയർ നിറയെ ഉറങ്ങിയപ്പം ഒരു തൃപ്തിയുടെ കോട്ടുവാ. കൺട്രോൾ ചെയ്യ്. ഏത് തണ്ടിയാ പറഞ്ഞത് ബംഗ്ലാവിൽ പ്രദേശിലുണ്ടെന്ന്? നീ തന്നെയല്ലേ പറഞ്ഞത്? ചുമരിടാ. എന്താക്കാനിരിക്കാ? ഭ്രാന്ത. അവിടെ പ്രേതങ്ങളുണ്ടെന്ന് ചുമ്മാ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചത് അയാളാ. ഓഹോ, എന്താ പേര്? 3 പ്രേതമുണ്ട്. ഒരു പ്രേതത്തിന്റെ പേര് ഫെർണാണ്ടോ സാഹിബ്, പിന്നെ ഒരെണ്ണം അതല്ല, തന്റെ പേരാ ചോദിച്ചത്. എന്റെ പേര് ഏണസ്റ്റ്. മിസ്റ്റർ ഏണസ്റ്റ്, ഈ നൂറ്റാണ്ടിലും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നമ്മളൊക്കെ ആണുങ്ങളല്ലേ, നല്ല ധൈര്യം വേണ്ടേ? അതെ, നമ്മളൊക്കെ ആണുങ്ങളാണ്. പക്ഷെ ആ കൊട്ടാരത്തിലുള്ള പ്രേതങ്ങൾ ആക്രമിക്കുന്നത് പെണ്ണുങ്ങളെയാണെങ്കിലോ? അല്ല, അതെ, ആണുങ്ങളല്ലേ പെണ്ണുങ്ങൾ. പ്ലീസ്, ഇതുവരെയുള്ള എന്റെ വീക്ഷണകോണകത്തിൽ അതുങ്ങൾ പെണ്ണുങ്ങളെ ചോര മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അതെന്താ, ആണുങ്ങളെ ചോര കുടിച്ച പ്രേതങ്ങൾക്ക് വയറിളവോ? അതല്ല സാറേ, ആണുങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് നിങ്ങൾ അവിടെ താമസിച്ചപ്പോ ഉറപ്പായല്ലോ. ഇനി പെണ്ണുങ്ങളെ ഉപദ്രവിക്കുമെന്ന് പെണ്ണുങ്ങളൊന്ന് താമസിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അത് അല്ല, അത് ശരി, ആയിക്കോട്ടെ. പെണ്ണ് അവിടെ നിന്ന് താമസിച്ചാൽ സമ്മതിക്കാലോ. താമസിച്ചാ പോരാ, അവള് ജീവനോടെ നേരം വെളുപ്പിച്ചാ സമ്മതിക്കാം. ഒന്നല്ല, 4 പെണ്ണുങ്ങൾ വരും. അവരവിടെ ഒരാഴ്ച ഞങ്ങളോടൊപ്പം താമസിക്കുകയും ചെയ്യും. അതെ, നല്ല കിളി പോലത്തെ പെണ്ണുങ്ങൾ. തോമസ് കുട്ടി പെണ്ണുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. എന്താ പോരെ? എന്നാ കാണാം. ഓ, കാണാം.